ഹായ് എവരിവൺ. IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. 11,403 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ കേരളത്തിൽ നോക്കുമ്പോൾ നമുക്ക് എത്രയാ 108 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള IBPS ക്ലർക്കിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് എന്താ ഓൺലൈനായിട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്കിപ്പോ ഈ IBPS ക്ലർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേറ്റ് വൈസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്റ്റേറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റിലുള്ള ലാംഗ്വേജ് കൂടി നമ്മൾ അറിയണം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മലയാളം അറിയുന്നതാണ്, അപ്പോൾ കേരളത്തിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ തമിഴ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യാം. ഇനി കന്നഡ അറിയുമെങ്കിൽ നിങ്ങൾക്ക് കർണാടകത്തിൽ അപ്ലൈ ചെയ്യാം. കർണാടകത്തിലാണെങ്കിൽ 1400 സംതിങ് വേക്കൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഏതെങ്കിലും നിങ്ങളിപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ മലയാളം ഒരു സബ്ജക്റ്റായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ കർണാടകത്തിൽ പോയി എഴുതിയാൽ ലാസ്റ്റ് കന്നഡന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതാണ് അവിടെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നം. സോ നിങ്ങൾക്ക് ഓൾറെഡി കന്നഡ എഴുതാനൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ആ ടെസ്റ്റ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്താൽ ഓക്കെയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ IBPS ക്ലർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ 21 വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ 2 ദിവസം നമുക്ക് നോട്ടിഫിക്കേഷൻ. സോ ഫോർ ദ 2 days ആഫ്റ്റർ ക്ലോസ് നമുക്ക് എഡിറ്റ് വിൻഡോ ഉണ്ടാവും. ഓക്കെ, എഡിറ്റ് വിൻഡോ 2 ദിവസം ഉണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബറിലായിരിക്കും. എക്സാം പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബറിലായിരിക്കും എക്സാംസ്. അതുപോലെ ഒക്ടോബറിലായിരിക്കും എക്സാം. നമുക്ക് പിന്നെ മെയിൻ എക്സാം എന്ന് പറയുന്നത് ഡിസംബറിലായിരിക്കും. ഓക്കെ, ഓഗസ്റ്റ് ഇനി സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. മെയിൻ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഡിസംബറിലായിരിക്കും ഉണ്ടാവുക. സോ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഏജിന്റെ കാര്യം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ ഏജിന്റെ കാര്യം കൂടി ഉണ്ട്. എന്താണ് ഇവിടെ നോക്കിയാൽ 20 മുതൽ 28 വരെയാണ്. അത് മനസ്സിലാക്കുക. 28 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു UR കാറ്റഗറിയിലാണെങ്കിൽ, ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് 28 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. ഇപ്പൊ ഷെഡ്യൂൾ കാസ്റ്റ്, ട്രൈബ്, അതായത് SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷത്തെ. അത് നോൺ ക്രീമി ലെയറിനാണ് കേട്ടോ. നിങ്ങളിപ്പോ ക്രീമി ലെയറിലാണ് പെടുന്നതെങ്കിൽ നിങ്ങൾ UR കാറ്റഗറി, ജനറൽ കാറ്റഗറിയിൽ തന്നെ എക്സാം എഴുതണം. അതല്ല നിങ്ങൾക്ക് ഒരു NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ NCL കാറ്റഗറിയിലാണ് പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. 28ന്റെ കൂടെ ഒരു 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. ബാക്കി നോക്കുക. ഓക്കെ, അപ്പോ ഡേറ്റ് എന്ന് പറയുന്നത് 2/8/1998 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കണം. അതുപോലെ നോക്കിയേ ലാസ്റ്റ് ഡേറ്റ് എന്ന് 1/8/2006 മുന്നേ ജനിച്ച ആൾക്കാരും ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഏജിനൊന്നും ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ ഏജ് ഡേറ്റ് നോക്കുക. ഇതിനിടയിലുള്ള ആൾക്കാരായിരിക്കണം. 20 മുതൽ 28 വരെ റിലാക്സേഷൻ നോക്കുക. SC ST 5 OBC 3 അങ്ങനെ നോക്കുക. ഓക്കെ, പിന്നെ എക്സ് സർവീസ്മെന്റ് കാര്യങ്ങളൊക്കെ അറിയാലോ. സോ ഇതൊക്കെ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വേണ്ട ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ ലൈവായിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കാനുണ്ട്. സോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും കൂടെ വേണം. ഓക്കെ, അതും കൂടെ നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ ഒരു ഡിക്ലറേഷനും കൂടെ. ആ ഡിക്ലറേഷൻ ഞാൻ ഇതിന്റെ ലാസ്റ്റ് കൊടുക്കാം, എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടതെന്നൊക്കെ. സോ ആ ഡിക്ലറേഷനും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതും അപ്ലോഡ് ചെയ്യണം, ഇതും ചെയ്യണം. ഓക്കെ, പിന്നെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് അതിലെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ, പിന്നെ അതിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തായാലും വേണം. ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെന്താ ആധാർ ഓർ പാൻ, അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ ഒരു ID പ്രൂഫിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെന്താ മൊബൈൽ നമ്പർ വേണം. കാരണം മൊബൈൽ നമ്പറും ഇമെയിൽ ID. അപ്പൊ ഈ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. അപ്പൊ OTP വെരിഫിക്കേഷൻ ഉണ്ട്, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ഉണ്ട്, ഇമെയിൽ ID വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളും മൊബൈലും അതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. പിന്നെന്താ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അത് പ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടത്, നൈമും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ വർക്കിംഗ് നോളേജ് പ്രൂഫ്. അപ്പൊ അതായത് ഇപ്പൊ നിങ്ങൾ 10th ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ IT ഒരു സബ്ജക്റ്റ് ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റ് ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതൊക്കെ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് അതിന്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു സബ്ജക്റ്റ് ആയി പഠിച്ച സർട്ടിഫിക്കറ്റ്. നമ്മുടെ ഡിഗ്രി ആണെങ്കിലും
10ാം ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിലുണ്ടാവും എന്തായാലും ഒരു IT ഒരു സബ്ജക്റ്റ് ആയി പഠിച്ചിട്ടുണ്ടെന്നേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഈ IT പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, IBPS.in അതിലേക്ക് ലോഗിൻ ചെയ്യുക കേട്ടോ. അതായത് www.ibps.in എന്ന് പറയുന്നതിലേക്ക് ലോഗിൻ നമ്മൾ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇങ്ങനെ IBPS.in എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് IBPSന്റെ സൈറ്റിൽ കയറുക. അപ്പൊ ആദ്യം കാണുന്ന ഒരു IBPS.in എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും, അതിൽ സൈറ്റിൽ കയറുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കുറച്ച് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാം. ഓക്കെ, സോ അപ്ലൈ ഫോർ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് അണ്ടർ CRP. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പൊ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പൊ അതിൽ അപ്ലൈ ഓൺലൈൻ, സോ ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്നിട്ട് ഡയറക്റ്റ് നിങ്ങൾ ഇതിലേക്കായിരിക്കും പോവുക. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ 1ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, 21ാം തീയതി വരെ ഉണ്ട്. അതുപോലെ ലാസ്റ്റ് പ്രിന്റിംഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് പ്രിന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതേ സമയം തന്നെയാണ് പേയ്മെന്റും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വിൻഡോ വന്നിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് 2 കാര്യമുണ്ട്. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ചെയ്തു എന്ന് ബാക്കി പിന്നെ ചെയ്യാന്നൊക്കെ വേണ്ടി വെച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് അതിൽ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഫസ്റ്റ് ടൈം ഇപ്പോ ആദ്യമായിട്ട് ഈ ക്ലർക്കിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ചെയ്തിട്ട് നമുക്ക് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സംഭവമായിരിക്കും വരിക. അപ്പൊ ഇതിൽ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട്. നമ്മൾ ശരിക്കും ഫില്ല് ചെയ്യേണ്ട നോക്കിയേ, ആദ്യം നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ വേണം. പിന്നെ അത് വെരിഫൈ ചെയ്യണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ID ഒക്കെ വെരിഫൈ ചെയ്യണം. അതിനുശേഷം ഫോട്ടോയും സിഗ്നേച്ചറും ഞാൻ നേരത്തെ പറഞ്ഞു 2 തരത്തിൽ നമുക്ക് ഫോട്ടോ ഉണ്ട്. ആ 2 തരത്തിലുള്ള ഫോട്ടോസും നമ്മൾ ഇവിടെ ചെയ്യാനുണ്ട്, സിഗ്നേച്ചർ ചെയ്യാനുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്, പ്രിവ്യൂ. പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഡോക്യുമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമ്പ് ഇംപ്രഷനും പിന്നെ ഡിക്ലറേഷൻ അതൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് പേയ്മെന്റ്. ഇതൊക്കെയാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ നെയിം കൊടുക്കുക, പിന്നെ മിഡിൽ നെയിം അത് കൺഫേം ചെയ്യുക, മിഡിൽ നെയിം കൊടുക്കുക. സാധാരണ നിങ്ങൾക്ക് അറിയുന്നതാണ്, ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആയ നെയിമിന്റെ കാര്യങ്ങളൊക്കെ. അതായത് SSLC ബുക്കിലുള്ള പോലെ, അതായത് നമുക്ക് 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ കൊടുക്കുക കേട്ടോ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ. സോ അപ്പൊ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. സോ പിന്നെന്താണ്, അതിനുശേഷം നോക്കിയ ഫുൾ നെയിം. അപ്പൊ നിങ്ങൾ ഓരോന്നായിട്ട് കൊടുത്തു. സോ ഫുൾ നെയിം ഇവിടെ കാണും. പിന്നെ നിങ്ങളുടെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. സോ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് കൊടുക്കാം. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കി നമ്പർ കൊടുക്കാനുണ്ട്, അത് കൺഫേം ചെയ്യാനുണ്ട്. പിന്നെന്താ, എന്നിട്ട് വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്പർ കൊടുത്തു നിങ്ങൾ. എന്നിട്ട് എന്താണ്, ഇനി ഇത് ചോദിക്കുന്നുണ്ട് ആരതാണ്, നിങ്ങളതാണോ പാരന്റിന്റെ ആണോ. നിങ്ങളുടെ ആയിരിക്കില്ല, എല്ലാവർക്കും ഫോൺ നമ്പറുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങളതാണ്. സോ അത് കൊടുക്കുക. എന്നിട്ട് ഇത് വെരിഫൈ പിന്നെന്താ, മെയിൽ ID ഉണ്ട്, മെയിൽ ID കൊടുക്കുക, കൺഫേം ചെയ്യുക. അതൊക്കെ സെറ്റ് ആണ്. എന്നിട്ട് സെക്യൂരിറ്റി കോഡ് കൊടുക്കുക. അത്രയും ഓക്കെ ആണ്. അതിനുശേഷം നോക്കിയേ, OTP വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിപ്പോ എന്റെ നമ്പർ ഒന്നല്ലേ. ഓക്കെ, നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതിലേക്ക് സെൻഡ് ചെയ്യാം. OTP എന്ന് പറയുന്ന സെൻഡ് OTP ആണ്. അപ്പൊ അതിലേക്ക് OTP സെൻഡ് ചെയ്യാം. അപ്പൊ എന്നിട്ട് വെരിഫൈ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് മെയിൽ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സെൻഡ് കൊടുക്കുന്നതിന് മുന്നേ ഈ ക്യാപ്ചർ സെക്യൂരിറ്റി കോഡ് കൊടുക്കണം. എന്നിട്ട് സെൻഡ് കൊടുക്കണം കേട്ടോ. സെക്യൂരിറ്റി കോഡ് കൊടുത്തിട്ട് സെൻഡ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ വെരിഫൈ ചെയ്യുക. അതും സെയിം ആണ്. സെക്യൂരിറ്റി കോഡ് കൊടുത്തതിന് ശേഷം സെൻഡ്. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെയാണ് നമ്മുടെ ഫോട്ടോ. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ. ആദ്യം നമ്മൾ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഫോട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫോട്ടോസ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഫോട്ടോ
എവിടെയാണ് നമ്മുടെ സൈസ്, ഇത് ഞാൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ, ജസ്റ്റ് വെറുതെ ഞാനതാ അവിടെ ഇരിക്കുന്നിടത്ത് എടുത്താണ്, ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ സൈസ് ഒക്കെ നോക്കുക കേട്ടോ നിങ്ങൾ, ഇതിന്റെ സൈസ് ഒക്കെ നോക്കുക, ഇത്രയാണ് നമ്മുടെ സൈസ് ഒക്കെ വേണ്ടത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോഗ്രാഫിന്റെ ആ സൈസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോന്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അപ്പൊ ഇവിടെ കാണുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്താ ഇപ്പൊ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഡോക്യുമെന്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും കേബിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലൈവ് ആയിട്ട് ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ QR നിങ്ങളുടെ ഫോണിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. QR സ്കാൻ ചെയ്തിട്ട് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഇതിലേക്ക് ലോഗിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈവ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ, ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തേ ഉള്ളൂ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തു വെക്കാം. ഓക്കെ, ലൈവ് ആയിട്ട് ഒരു ഫോട്ടോ കൊടുക്കാം. അതിനുശേഷം എന്താ സിഗ്നേച്ചർ, അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കാനുണ്ട്. സോ ഇത് ഓക്കെയാണ്. ഇനി സിഗ്നേച്ചർ, അടുത്തത് സിഗ്നേച്ചർ ആണ് വേണ്ടത്. അപ്പൊ അവിടെ നോക്കിയാൽ സിഗ്നേച്ചറിന്റെ കാര്യങ്ങൾ ഇതാ ഇവിടെ ഡീറ്റെയിൽസ് ഇതാ ഇത്രയും 10 KB to 20 KB ആണ് നമ്മുടെ സിഗ്നേച്ചർ വേണ്ടത്. അപ്പൊ ആ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ. നോക്കിയേ, നോട്ട് ഇൻ ക്യാപിറ്റൽ ലെറ്റർ, ഇത് മനസ്സിലാക്കണോ, നിങ്ങൾ സിഗ്നേച്ചർ ഇടുന്നതല്ലേ, നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, വെറുതെ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടല്ല സിഗ്നേച്ചർ അല്ല, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് പിക്സലും അതുപോലെ KB ഒക്കെ വേണ്ടത്. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോ സെറ്റ് ആയിട്ടുണ്ടാവും, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താ, അപ്പൊ നോക്കിയേ ഫോട്ടോസ് ഇത് ഓക്കെ ആയി, വെരിഫിക്കേഷൻ ഓക്കെ, ബേസിക് ഇൻഫർമേഷൻ ഓക്കെ ആയി. ഇനി നമ്മുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ എന്താ ജനറൽ ആണോ, EWS ആണോ, SC ST ആണോ, ഇതിൽ ഏതാണ് എങ്കിൽ അത് കൊടുക്കുക. പിന്നെന്താണ്, നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ S ആണെങ്കിൽ S കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലായിരിക്കും. ഡിസബിലിറ്റി ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നോ കൊടുത്താൽ പിന്നെ ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യണ്ട. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ് അടുത്ത്, അപ്പൊ ഇതൊക്കെ നമ്മളെന്താ PWBD ഗൈഡ് ലൈൻസ്. അപ്പോ എന്താ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സെറ്റ് ഓക്കെ ആണ്, കൊടുക്കണ്ട. ഡിസ്കവേർഡ് എന്താ PW, അപ്പൊ ഈ കാറ്റഗറി ഒക്കെ നോക്കുക. പിന്നെന്താ ഇതിൽ ഏതാണെന്ന് നോക്കുന്നു. ഡു യു ബിലോങ് ടു റിലീജിയസ് മൈനോറിറ്റി ആണോ, അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കുക, ആണെങ്കിൽ S എന്ന് കൊടുക്കുക. അപ്പൊ S എന്ന് കൊടുത്താൽ ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് വരും, ജൈനിസം അങ്ങനത്തെ ബുദ്ധിസം കുറെ അങ്ങനത്തെ കാര്യങ്ങൾ വരും. അല്ലെങ്കിൽ നോ കൊടുത്താൽ എന്താ ഹിന്ദുയിസം അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഓക്കെ, സോ അപ്പോ ഇതിൽ നോ കൊടുത്താൽ അത് വരും. നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ, ഏത് മൈനോറിറ്റിയിൽ ഉള്ളതാണോ അല്ലയോ ഒന്ന് കൊടുക്കുക, എന്നിട്ട് സെറ്റ് ചെയ്യാം. സോ പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടോ ഈ സെക്ടറിലൊക്കെ, ഗവൺമെന്റ് സെക്ടറിലൊക്കെ, ക്വാസി അല്ലെങ്കിൽ എന്താ PSU ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ഇതാ നോക്കിയേ, എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെന്താ റിലാക്സേഷൻ. അപ്പൊ ഇവർക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ, വിഡോ, ഡിവോഴ്സ്ഡ് വുമൺ, അപ്പൊ അങ്ങനെയൊക്കെ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ലെങ്കിൽ ഓക്കെയാണ്. സോ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത്, നിങ്ങൾ ഇതിന് മുന്നേ ഈ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, ക്ലർക്ക് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യം എന്ന് കൊടുക്കുക. ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ ഒന്ന് 2 കൊടുത്തു. 2 കൊടുത്താൽ ഇവിടെ നിങ്ങൾ ഈ 2 സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഒറ്റൊന്ന് മാത്രമേ സെലക്ട് ആവൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പറയുന്നുണ്ട് എന്താണ്, നിങ്ങൾ കൺട്രോൾ കീ അമർത്തിയിട്ട് വേണം, കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് വേണം രണ്ടാമത്തെ സെലക്ട് ചെയ്യാൻ. നമ്മൾ അങ്ങനെയല്ലേ, ഒന്നിലധികം സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ അമർത്തും, പിന്നെ മറ്റൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒന്ന് മാത്രമേ സെലക്ട് ആവൂ. സോ അതിന് എന്താ 2 സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ഉള്ളത് എന്താ കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ കീ അമർത്തിയിട്ട് നിങ്ങൾക്ക് നോക്കാം ഏതാണ് ഉള്ളതെന്ന്. അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മള് എന്താ ഇപ്പോഴത്തെ നമ്മളിപ്പോ എഴുതുന്നത് എന്താ 16 എഴുതുന്നത്. അപ്പൊ അതിന് തൊട്ട് മുന്നേ ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് എഴുതിയെങ്കിൽ 15ാമത്തത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എത്ര പ്രാവശ്യം, ഇപ്പൊ 2 പ്രാവശ്യം ആണെങ്കിൽ 2 എഴുതാം, 3 ആണെങ്കിൽ 3. അപ്പോൾ ഇതിന് അനുസരിച്ച് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെന്താണ് നമ്മുടെ അപ്രന്റീസ്ഷിപ്പ്, അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം. പിന്നെന്താ നാഷണാലിറ്റി, അതുപോലെ എന്താ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഞാനിപ്പോ ജസ്റ്റ് എന്താ നമ്മളെ ഇത് കൊടുക്കാം കേട്ടോ, നിങ്ങളെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൊടുക്കാം. നോക്കിയേ, സ്റ്റേറ്റ് കൊടുക്കാം. സ്റ്റേറ്റ് കേരള കൊടുത്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കോഡ് വരും, കാര്യങ്ങളൊക്കെ വരും, മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജും വരും, അതൊക്കെ വരും. പിന്നെ നിങ്ങളുടെ സെന്റർ ജസ്റ്റ് കൊടുക്കുക. ഞാനിപ്പോ കോഴിക്കോടും വെറുതെ എന്താ
തിരുവനന്തപുരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അടുത്തുള്ള സെന്റർ ഏതാണോ നിങ്ങൾക്ക് അതിൽ ലിസ്റ്റ് കാണിക്കും. കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള IBPS എക്സാം നടക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സ് കാണിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സെന്റർ 2 ചൂസ് ചെയ്യാവുന്നതാണ്. പ്രിലിംസിനും മെയിൻസിനും കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ അത്രയും കഴിഞ്ഞതിന് ശേഷം അടുത്ത എന്താണ്, അപ്പൊ ഇതിൽ ലാംഗ്വേജ് ചൂസ് ചെയ്യണം. അപ്പൊ ഇംഗ്ലീഷ് ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷ് മലയാളം ആയിരിക്കില്ലേ, അത് കൊടുക്കുക. ഇനി എന്താണ് ID പ്രൂഫ് കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നെക്സ്റ്റ് പിന്നെന്താണ്, അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ജെൻഡർ കൊടുക്കാം. പിന്നെന്താണ്, അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് എന്ന് കൊടുക്കാം. പിന്നെന്താ, ആധാർ നമ്പർ ഇത് വേണമെന്നില്ല, സോ ഇത് കൊടുക്കാം. പിന്നെന്താണ്, നമ്മുടെ ഡീറ്റെയിൽസ്, ഫാദേഴ്സ് നെയിമും മദേഴ്സ് നെയിം, ആ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മുടെ എന്താ അഡ്രസ് കൊടുക്കുക. നിങ്ങൾ എന്താ ഏതാണ് അഡ്രസ് ഉള്ളത്, പെർമനന്റ്, ഇത് രണ്ടും സെയിം ആണെങ്കിൽ കറസ്പോണ്ടൻസ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. സോ അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 850 രൂപയാണ്. പിന്നെ നിങ്ങളുടെ എന്താ ഡീറ്റെയിൽസ്, SSLC അത് ഏത് ബോർഡാണ്, ഇപ്പൊ കേരള നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും അത് ഏത് ബോർഡാണെന്ന്. പിന്നെന്താ ഗ്രാജുവേഷൻ അതിന്റെ ബോർഡ് ഉണ്ടാവും, അത് ഏത് ഡിഗ്രി ആണ്, ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതിൽ സബ്ജക്ട് ഏതാണെന്ന് കൊടുക്കുക. പാസിംഗ് ഇയറും ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വരുന്നത്. എന്താണ്, നമ്മുടെ ഡു യു ഹാവ് ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനുള്ള നോളജ് ഉണ്ടോ, യെസ് എന്ന് കൊടുക്കണം. അപ്പോൾ അതില് നിങ്ങൾക്ക് നോക്കിയേ, ഇത് വേണമെങ്കിൽ 1 ചൂസ് ചെയ്യാം, 2 ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ സബ്ജക്ട് ഇൻ ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പൊ അതില് ഏതെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇതില് കൊടുക്കാം. എന്നിട്ട് ഇവിടെയും നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഇവിടെയും നിങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട്, ഞാനിപ്പോ സെലക്ട് ചെയ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ ഒന്ന് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാര്യങ്ങൾ വരും, IT ആസ് എ സബ്ജക്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യാറുണ്ട്, സെലക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്ന എന്താ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെന്താ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഒന്നല്ല അതിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് മോർ എന്നുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ബാക്കി എന്താണ്, ടേക്കിംഗ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്. അപ്പൊ ഇത് SC ST OBC റിലീജിയസ് മൈനോറിറ്റി ആൾക്കാർക്കാണുള്ളത്. അപ്പൊ അത് വേണമെങ്കിൽ എസ് കൊടുക്കാം. പിന്നെന്താ, ഫൈൻ ഉണ്ടോ, ഇല്ലായിരിക്കും നിങ്ങൾക്കൊക്കെ, അപ്പോൾ നോന്ന് കൊടുക്കാം. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ലാംഗ്വേജ് നോൺ. അപ്പൊ ഓൾറെഡി ഇവിടെ മലയാളം വരും. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്താ റീഡ് റൈറ്റ് സ്പീക്ക് എല്ലാം അറിയുമെങ്കിൽ എല്ലാം ഇതുപോലെ എന്താ ഈ ആരോ സെറ്റ് ചെയ്ത് വെക്കുക, ബ്ലൂ കളറിലാക്കുക. അങ്ങനെ വേറെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഹിന്ദി ഇംഗ്ലീഷ് അറിയുമെങ്കിൽ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം, ഏതോ ഒരു ഇത് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യാൻ ബാക്കി ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വീണ്ടും ബാക്കിലേക്ക് നോക്കുക, എവിടെയാണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ളത് നോക്കുക. ഓക്കെ, സോ ഇതിപ്പോ ഓൾറെഡി അപ്ലൈ ചെയ്ത് ഒരുപാട് പേർക്ക് ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടല്ല, ഫസ്റ്റ് ടൈം ഇപ്പൊ ക്ലർക്ക് മാത്രം എഴുതുന്ന ആൾക്കാർ, ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വന്നാൽ എന്താ, നിങ്ങൾ എവിടെയോ ഒന്ന് ഫില്ല് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലേക്ക് നോക്കുക, മേലേക്ക് നോക്കുക, എവിടെയാണ് ഫില്ല് ചെയ്യാൻ മറന്നിട്ടുള്ളതെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ പ്രിഫറൻസ് കൊടുക്കണം. അപ്പൊ ഇതിപ്പോ ഉണ്ടാവില്ല, ആദ്യം നിങ്ങൾക്ക് ഇത് മാത്രമായിരിക്കും കാണാം. നിങ്ങൾക്ക് എന്നിട്ട് പ്രിഫറൻസ്, ഇപ്പൊ നിങ്ങൾക്ക് എന്താ നാട്ടിൽ ഏത് ബാങ്കാണ്, സോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചിലപ്പോൾ കാനറ ബാങ്ക് ആയിരിക്കാം, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏത് ഓർഡറിലാണ് നിങ്ങൾ ആലോചിക്കുന്നത്, അപ്പൊ എന്തിന്റെ കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് എന്തിന്റെ ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. അപ്പൊ ആ ഓർഡർ ഇത്രയും 11 ബാങ്ക് ഉണ്ട്, ആ ഓർഡർ ഫുള്ള് നിങ്ങൾ കൊടുക്കുക. 11 ബാങ്ക് ഇതാ, ഇതിൽ നിന്ന് ഇപ്പൊ ടിക്ക് ചെയ്താൽ ഫസ്റ്റ് ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത് ഫസ്റ്റ് ടിക്ക് ചെയ്തു. ആ ടിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കാനറ ബാങ്ക് വന്നു. അപ്പൊ അങ്ങനെ ഓരോന്നും ഇങ്ങനെ വരും. ഓക്കെ, സോ നെക്സ്റ്റ്, അപ്പൊ അത് സെലക്ട് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നോക്കിയേ, ഇനി നെക്സ്റ്റ് എന്താ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. എന്നിട്ട് ഒരു ഡിക്ലെയർ, എന്നിട്ട് നമുക്ക് വരുന്നത് ഇതുവരെ നിങ്ങൾ ചെയ്ത, ഇപ്പൊ ഞാൻ എന്താ അതിന്റെ ലാസ്റ്റ് ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഫുൾ ഇതുവരെ നിങ്ങൾ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കുക, എല്ലാ ഡീറ്റെയിലും കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ഇതുപോലത്തെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുക, ഐ അഗ്രി, ഐ കൺഫേം ദാറ്റ് മൈ നെയിം ഈസ് ഫിൽഡ്. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഒരു പോപ്പപ്പ് വരും, അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും ഇത് ഫുള്ള് വായിച്ചു നോക്കട്ടെ. ഇത് ഞാൻ അതിന്റെ ലാസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫുള്ള് വരും. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്താ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. സോ അപ്പൊ അതാ
പ്രിവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. പ്രിവ്യൂ കണ്ടിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് മാത്രം കംപ്ലീറ്റ് കൊടുക്കുക. അതിനുശേഷം വരുന്നതാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ അതിലെന്താ തമ്പ് ലെഫ്റ്റ് തമ്പ് നിങ്ങൾ എന്താ അപ്ലോഡ് ചെയ്യണം. ലെഫ്റ്റ് തമ്പാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. അപ്പൊ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ നിങ്ങൾ നെയിം കൊടുക്കുക, എന്നിട്ട് ഇത്രയും നിങ്ങൾ എന്താ പേനയും കൊണ്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് സർട്ടിഫിക്കറ്റ്, ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇതിന്റെ PDF അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എന്നിട്ട് കൺഫേം കൊടുക്കുക, ഈ സെക്യൂരിറ്റി കോഡ് എടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പേയ്മെന്റ് ചെയ്യാം കേട്ടോ. 850 അല്ലേ പറഞ്ഞത്, അത്രയും പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എന്താണ് ജസ്റ്റ് എന്താ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, പിന്നെ പ്രിഫറൻസ് നിങ്ങൾ നോക്കി ചെയ്യാം കേട്ടോ. എന്താ നിങ്ങൾക്ക് ഏത് ബാങ്കാണ് വേണ്ടത്, അങ്ങനെ പ്രിഫറൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യം. സോ പിന്നെ ചിലവർ അപ്ലോഡ് ചെയ്യുമ്പോൾ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ സൈസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഫോട്ടോന്റെയും മറ്റേ സിഗ്നേച്ചറിന്റെയും ഇതിന്റെയൊക്കെ സൈസ്. അപ്പൊ ആ സൈസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങൾ വെക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് 21-ാം തീയതിയിലേക്കൊന്നും വെക്കരുത്. ചിലപ്പോൾ എന്താ അപ്പോൾ സൈറ്റ് ഹാങ് ആവും, അങ്ങനെയൊക്കെ വരും, പിന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. എല്ലാവരും ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം. ഓൾറെഡി ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി, 1-ാം തീയതി മുതൽ ഓപ്പൺ ആയി. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി നമുക്ക് എന്താ കുറച്ച് 2 മാസം കൂടിയേ ഉള്ളൂ. സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റ് മാക്സിമം നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ എക്സാമിന് പോകുമ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എന്താ നിങ്ങളെ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.